ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അമ്മയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അമ്മയ്ക്കാണ് ഫസ്റ്റ് ഒരു മേക്ക് ഓവർ ചെയ്യണത് കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയില്ലേ, അപ്പോൾ അമ്മയ്ക്ക് ഒരു മേക്ക് ഓവർ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ഇത് എൻ്റെ സെറ്റും കൊണ്ടാണ്, ഇത് എൻ്റെ കല്യാണത്തിൻ്റെ സെറ്റും കൊണ്ടാണ്. ദെൻ അതിനൊരു എന്താ പറയുക, ഗ്രീൻ കളറുള്ള ബ്ലൗസ്, അമ്മയുടെ സാധാ ഒരു കോട്ടൺ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് ഉറക്കം വന്നിട്ട് മറ്റെന്താ പറയുക, കിളി തരിച്ചിട്ട് ഇരിക്കണം, നല്ല ഉറക്കം വരുന്നുണ്ട്. 34 ഈ തലേമയൊക്കെ തൊടർന്ന സമയത്ത് നല്ല ഉറക്കം വന്നിട്ടേ കണ്ണൊക്കെ ഇങ്ങനെ അറിയാണ്ട് അടഞ്ഞു പോകുന്നുണ്ട്. അമ്മയുടെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഞാൻ അമ്മയുടെ തലമുടി ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, കണ്ടീഷണർ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ദെൻ 2 സൈഡിൽ നമ്മൾ കുളിമട മെടയൂലേ, അതേപോലെ ഞാൻ വാച്ചിലിട്ടിട്ട് 2 സൈഡിൽ ഇങ്ങനെ കുളിമട മെടയുന്ന പോലെ ഞാനിങ്ങനെ 2 പാർട്ടീഷനാക്കി എടുത്തിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ദെൻ അത് ബാക്കിൽ ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ മെടഞ്ഞു കൊടുക്കൂലേ, അങ്ങനെ മെടഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ മുഖം മറ്റേ ആലസ്യത്തിൽ പോവുകയാണ് സുഹൃത്തുക്കളെ, ഉറക്കം വന്നിട്ട്. ദെൻ ഞാൻ കുളിമട മെടയുന്ന പോലെ ഞാൻ മെടഞ്ഞു കൊടുത്തു. ദെൻ ബാക്കിത്തെ മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്ത് ഫസ്റ്റ് തന്നെ നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കാണ്ട് മുടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് എന്താ പറയുക, ബാക്കിയുള്ള മേക്കപ്പിലേക്ക് കിടന്നാൽ പിന്നെ നമുക്ക് ഈ മുടി ഫ്രണ്ടിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇത്തിരി ഒഴിവായി കിട്ടും. പിന്നെ ഇതെൻ്റെ ഉണ്ടായിരുന്ന ഒരു എക്സ്റ്റൻഷനാണ്, ഹെയർ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇത് ഒരു പ്ലക്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വെച്ച് മേടേണ്ട ആവശ്യമൊന്നുമില്ല. ആ പ്ലക്കറ ഇങ്ങനെ ടക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ പിന്നെ അമ്മയുടെ ഉള്ള മുടിയും ഈ മറ്റേ എന്താ പറയുക എക്സ്റ്റൻഷനും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ മെടഞ്ഞു കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് നല്ല ലെങ്ത്തുള്ള മുടി കിട്ടും. കുറേ നാൾക്ക് ശേഷം ഞാൻ അമ്മേനെ ഇങ്ങനെ ഒരുക്കണേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മയ്ക്ക് മുടി ഇങ്ങനെ മെടഞ്ഞു വെച്ച് ഇട്ടപ്പോൾ സൂപ്പറായിരുന്നു. അമ്മയുടെ ആ ബാക്ക് സൈഡ് കാണാൻ, ബ്ലൗസിൻ്റെ ആ ബാക്ക് സൈഡ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ടക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ പ്ലക്കർ വെച്ച് പ്ലക്ക് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഫ്ലവർ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ആവും കേട്ടോ. അമ്മയ്ക്ക് തന്നെ നല്ല ഇഷ്ടമായി. അമ്മ എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തിനാ ഗൗരി ഇതൊക്കെ സാധാരണ മുടി പോരാ, അല്ലെങ്കിൽ അമ്മക്കെട്ട് കെട്ടിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആക്ച്വലി ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ അരയുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ മുടി മൊത്തത്തിൽ ഇങ്ങനെ മെടഞ്ഞു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ 2 എന്താ പറയുക, നമ്മുടെ ഫൗണ്ടേഷനും 2ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അമ്മയ്ക്ക് ഒരുപാട് ഇങ്ങനെ വലിയ പുട്ടിയൊന്നും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഒരുപാട് കൺസീലർ അങ്ങനെയൊന്നും മുഖത്ത് വെച്ച് തേക്കണില്ല. കണ്ണിൻ്റെ സൈഡിൽ മാത്രം അമ്മയ്ക്ക് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, അവിടെ മാത്രം ഞാൻ ഇത്തിരി കൺസീലർ ഇങ്ങനെ ഇത്തിരി ബ്രൈറ്റൺ അപ്പ് ആവാൻ വേണ്ടി കൺസീലർ കുറച്ച് അവിടെ മാത്രം ഞാൻ ഇത്തിരി തേച്ച് കൊടുക്കുന്നുണ്ട്. ദെൻ കൺസീലർ ഇത് മാറ്റി വെച്ചു. ദെൻ പിന്നെ ഞാൻ ഐ ഷാഡോ പാലറ്റോന്ന് ഒരു നല്ലൊരു ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡാണ്, അതിട്ടിട്ട് ജസ്റ്റ് ഞാൻ ബ്രഷൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കൈ കൊണ്ടൊക്കെ തന്നെയാണ്, എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ എൻ്റെ കൈ തന്നെയാണ്, അതുകൊണ്ടാണ്. ദെൻ സെയിം എൻ്റെ ഫേവറേറ്റ് കാജൽ വെച്ചിട്ട് ഞാനിങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മണ്ടയിൽ ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല രീതിക്ക് ഒരു എന്താ പറയുക, നല്ലൊരു ലുക്ക് കിട്ടും. കണ്ണ് നല്ല ഭംഗിയായിരിക്കും, ഒരു നല്ല ഒരു ഹെവി ലുക്ക് കിട്ടും. നമ്മുടെ കണ്ണിന് മാത്രം ഭയങ്കര അട്രാക്റ്റഡ് ആയി തോന്നും നമ്മുടെ കണ്ണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു മോഡൽ കണ്ണെഴുത്താണ് കേട്ടോ ഇത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല ഭംഗിയായിട്ട് അമ്മയുടെ കണ്ണ് എഴുതാൻ പറ്റി. അമ്മയ്ക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞേ. പിന്നെ അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. അമ്മ എന്നിട്ട് വെറുതെ അയ്യോ ഉറക്കം വരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തള്ളണുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ദെൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ, എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ, ബ്രഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൊട്ടുണ്ടല്ലോ, റെഡ് പൊട്ടാണ്. ആ ഒരു കോൺട്രാസ്റ്റ് കളർ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു റെഡ് പൊട്ടാണ് ഞാൻ കൊടുക്കണേ. പിന്നെ ഞാൻ ലിപ്പ് ലൈനർ എടുക്കുന്നുണ്ട്. ദെൻ എനിക്ക് എന്തെടുത്താലും ലിപ്പ് ലൈനർ മസ്റ്റ്, അങ്ങനെയാണ്. ദെൻ ലിപ്പ് ലൈനർ എടുത്തിട്ട് ഞാൻ അമ്മയുടെ ചുണ്ട്, ഒന്നാമത് അമ്മയുടെ ചക്ക ചുണ്ടാണ്, വലിയ ചുണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ലിപ്പ് ലൈനർ ഇടേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. എന്നിരുന്നാലും ഭയങ്കര ഇങ്ങനെ ഒരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചുണ്ടിന് എനിക്ക് ലിപ്പ് ലൈനർ ഇട്ടിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് എനിക്ക് അമ്മയുടെ കളർ അതിനൊരു മാച്ചായി തോന്നണില്ല. അപ്പം ഞാൻ മെബിലൈൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് എടുത്തിട്ട് അമ്മയ്ക്ക് ചുണ്ടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അമ്മയുടെ അടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറഞ്ഞു. 34 മറ്റേ ഈ അച്ചാർ തൊട്ട് കൂട്ടുന്ന പോലെ ഇങ്ങനെ നക്കി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക, ചുണ്ടും ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്തു. അപ്പം നല്ല ഭയങ്കര സൂപ്പർ ഫിനിഷിങ് ആയിട്ടിരുന്നു. പിന്നെ എൻ്റെ ബ്ലഷർ എടുത്ത് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തോ, 2 സൈഡിൽ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തപ്പോഴേക്കും കവള് ഭയങ്കര ചൊക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മേനെ ഈ ഷെയ്ഡ് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഇഷ്ടമായി. അമ്മയുടെ ഫേസിൽ ആ മേക്കപ്പ് നന്നായി ചേരുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക്.
ദെൻ ഞാൻ മൂക്കത്തും കവളുമ്മയും താടിയുമയും ഒക്കെ ജസ്റ്റ് പിന്നെ ഹൈലൈറ്റും ചെയ്ത് കൊടുത്തു. ഒന്നിങ്ങോട്ട് നിന്ന് തിളങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് നെറ്റിയുടെ മുകളിലും പിന്നെ ചീക്ക് ബോണുമേയും മൂക്കിമ്മയും താടിമ്മയും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അട്രാക്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തു. എനിക്ക് നല്ല ഇഷ്ടമായി അമ്മയുടെ മുഖം. ഫേസ് ഫസ്റ്റത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ എങ്ങനെയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പച്ച ജുംക്ക ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ഞാൻ മേടിച്ച ജുംക്കയാണ്. സോ അത് ഇട്ട് കൊടുത്തു. അമ്മ എന്നോട് പറഞ്ഞു സാധാരണ സ്റ്റഡ് ഇട്ടാൽ മതിയെന്ന്. പക്ഷേ എനിക്കെന്തോ അമ്മേനെ ജിംക്കയിൽ കാണാനായിട്ടൊരു കൊതി. അപ്പം ഞാൻ ജുംക്ക എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജുംക്ക എടുത്തിട്ട് കൊടുത്തു. എനിക്ക് നല്ല ഇഷ്ടമായി. അമ്മ എൻ്റെ കുറേ നാൾ മുമ്പൊക്കെ അമ്മ ജിംക്കി ഇടായിരുന്നു സ്വർണ്ണത്തിൻ്റെ. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ജിംക്കി ഇടണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാലയും ഞാൻ ഇട്ട് കൊടുത്തു. ദെൻ ഇതാണ് മൊത്തത്തിലൊരു ഔട്ട്ഫിറ്റ് വരണേ. പിന്നെ തലയിൽ ആ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഈ ഇത് വെച്ച് കൊടുത്തു, പൂ വെച്ച് കൊടുത്തു ഞാൻ. പിന്നെ അമ്മയുടെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞു. അമ്മ എൻ്റെ അടുത്ത് ഭയങ്കര പറയായിരുന്നു ഇങ്ങനെ ഫ്രണ്ടിലത്തെ പല്ല് ഒരെണ്ണം പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ചിരിക്കാൻ വയ്യ, നാണക്കേടാണോ ഗൗരിയെ, ഭംഗിയില്ലാണ്ടിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം കാണിക്കില്ല. പക്ഷെ നമ്മൾ ആ ഭാഗം കാണിക്കണം. അങ്ങനെയാണ് എൻ്റെ ഒരു മൊത്തത്തിലൊരു പോളിസി. അങ്ങനെയാണ്. എനിക്കിപ്പോൾ എൻ്റെ മൂക്കിൽ മൂക്കുത്തിയുള്ള സമയത്ത്, മൂക്കുത്തി കുത്തുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു എനിക്ക് മൂക്കുത്തി ഭംഗി ഉണ്ടാവില്ല, എന്നിട്ട് മൂക്ക് ഭയങ്കര ആന മൂക്കല്ലേ, ചക്ക മൂക്കല്ലേ, ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുത്തി. അതെൻ്റെ ഇഷ്ടം. എനിക്ക് ഭംഗിയുള്ളതാണ്. അതെൻ്റെ ഇഷ്ടം. എൻ്റെ മോശം ഭാഗം അല്ലെങ്കിൽ എൻ്റെ അത് കൊള്ളില്ലാത്ത ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡസൻറ്റ് കെയർ. നമുക്കത് ഇഷ്ടമാണോ നമ്മളത് ചെയ്യാം. ഇതാണ് കേട്ടോ പഴയൊരു ഓമന. ഈ അമ്മേനെ ഞാൻ ഇങ്ങനെ ആക്കിയെടുത്ത് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ പൊട്ടിയിട്ടിട്ട് അമ്മേനെ കാണണം ഞാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വന്നിട്ട്. നമുക്ക് ഇഷ്ടമായ ഇതെൻ്റെ സെറ്റ് സാരിയാണ് കേട്ടോ. സെറ്റും ഉണ്ട്. എൻ്റെ കല്യാണത്തിന് കൊടുത്ത സെറ്റും കൊണ്ടാണ്. അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും മീൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതേ ഭാഗമാവുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യത്തിൽ. പിന്നെ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് ഇങ്ങനെ സ്പ്രേയും അതൊന്നും അടിച്ചു കൊടുത്താൽ ശരിയാവില്ല, മുടി ഒതുങ്ങിയിരിക്കാൻ. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ജെല്ല് തേച്ച് കൊടുത്ത് മുടി ഒന്ന് ഒതുങ്ങിയിരിക്കാൻ. പിന്നെ എനിക്ക് മൊത്തത്തിൽ മേക്കപ്പ് ഇഷ്ടമായി. അമ്മയ്ക്ക് ഇഷ്ടമായ? ഇഷ്ടമായി. ആകെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അല്ലേ. കവളൊക്കെ ഇങ്ങനെ തൊടുത്തുണ്ടല്ലോ അമ്മനെ. സോ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ, സീ യു. ടാറ്റ കൊടുക്കുക.